കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകിയതിലെ പിഴവിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരിച്ചു. മുഖത്ത് പരിക്കേറ്റ ചികിത്സയ്ക്കെത്തിയ 1.5 വയസ്സുകാരന് അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് മസ്തിഷ്കാഘാതം സംഭവിക്കുകയായിരുന്നു. CK വിജയൻ വിവരങ്ങളുമായി. വിജയൻ, വളരെ ദാരുണമായ ഒരു വാർത്തയാണ് ഇത്. ചികിത്സാ പിഴവ് തന്നെയെന്ന് സ്ഥിരീകരിച്ചോ? ശ്രീജ, തികച്ചും ദാരുണമായ സംഭവം. മനുഷ്യനെയും മനുഷ്യബന്ധത്തെയും കുറിച്ച് ആകുലപ്പെടുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണിത്. 1 വയസ്സും 5 മാസവും പ്രായമുള്ള ദേവാൻഷ് ശൗര്യ എന്ന കുട്ടി കളിക്കുന്നതിനിടെ മുറിവ് പറ്റുന്നു. അവരുടെ ബന്ധുക്കളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ തീരുന്ന രീതിയിലുള്ള ഒരു മുറിവുമായി ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഉദാഹരണമായി ദേവാൻഷിന്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറിലധികമായി വെന്റിലേറ്ററിൽ കഴിഞ്ഞിരിക്കുന്ന ദേവാൻഷുവിന്റെ BP-യും അതോടൊപ്പം തന്നെ മറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ താഴ്ന്നു കഴിഞ്ഞു. ആത്യന്തികമായി ബ്രെയിൻ കൊളാപ്സിൽ നിന്നും ഇപ്പോൾ ഡെത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം ഉള്ളത്. പയ്യന്നൂരിലേക്ക് അധികം വൈകാതെ തന്നെ കൊണ്ടുപോകും. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ് കീഴ്ചുണ്ടിനും താടിക്കുമിടയിലുള്ള ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവ് പറ്റി ചികിത്സ തേടി എത്തിയതാണ് ഈ രക്ഷിതാക്കൾ. അത് പിന്നീട് ഒരു അനസ്തേഷ്യ കൊടുക്കുകയും സ്റ്റിച്ചിടണം എന്ന് പറയുകയും ചെയ്ത് പിന്നീട് ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് മാറുകയും ചെയ്തു. പിന്നെയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലേക്ക് കാരണങ്ങളിലേക്ക് എത്തിയത്. സാധാരണ രീതിയിൽ അവരുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരു ഡോക്ടർ തന്നെ പറയുന്നത് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു പരുത്തി വെച്ച് കെട്ടി ചികിത്സിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഒരു രോഗമാണ് ഏതാണ്ട് അനസ്തേഷ്യയിലേക്കും അതിനുശേഷം ആ കുട്ടിയുടെ ഒരു ബ്രെയിൻ ഡെത്തിലേക്കും എത്തിയത് എന്നാണ്. ഏതായാലും 1 വയസ്സും 5 മാസവും പ്രായമുള്ള ഒരു കുട്ടി കളിക്കുമ്പോൾ പരിക്കേറ്റ് ചികിത്സ തേടി ഏറ്റവും നൂതനമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമായി ഇരയായി ഈ കുട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീജ, തീർച്ചയായും അതെ, വളരെ വളരെ ദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അനസ്തീഷ്യ നൽകിയതിലുണ്ടായ പിഴവാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നതാണ് വിവരം. ഇപ്പോൾ ഡോക്ടർക്കെതിരെ ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.